ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലം. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മെയ് മാസത്തിൽ വളരെയധികം ദൈവാധീനവും ഭാഗ്യവുമൊക്കെ ഉണ്ട്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ആ ശുക്രഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രമായ ഇടവൻ രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം അനുഗ്രഹപ്പെട്ട ഒരു മാസമാണ്. അത് ഈ നക്ഷത്രക്കാർക്ക് വിവിധങ്ങളായ രീതിയിലുള്ള നേട്ടങ്ങൾ കൊണ്ടെത്തും. രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയോഭവിച്ച തത്സർവം ചിന്തനീയം ലഗ്നത എന്ന പ്രമാണപ്രകാരം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും, കീർത്തിയും പദവിയും വന്നു ചേരുക. ഏത് ജോലി ചെയ്യുന്നവർക്കായാലും ആ ജോലിയിൽ ഒന്ന് തിളങ്ങുവാൻ സാധിക്കും. സ്വന്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരോ ഔദ്യോഗിക രംഗങ്ങളിൽ വിഹരിക്കുന്നവരോ പൊതുവായ രാഷ്ട്രീയ രംഗങ്ങളിലോ സാമുദായിക സംവിധാനങ്ങളിലോ മറ്റ് സന്നദ്ധ സംഘടനകളിലോ പ്രവർത്തിക്കുന്നവർക്കും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ ആരംഭിച്ചവർക്കുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടുക, പേര് പ്രശസ്തി വന്നു ചേരുക. അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും കായിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ആത്മീയ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പ്രസിദ്ധിയാകുന്നതിനും പെട്ടെന്ന് നല്ല ഒരു അഭിപ്രായമൊക്കെ വർദ്ധിക്കുന്നതിനും ഒക്കെ സൂചനയും. അതുപോലെ തന്നെ ധനസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ ധന അഭിവൃദ്ധികൾ വന്നു ചെയ്യും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗങ്ങൾ ഉണ്ടാവും. തൊഴിൽ സ്ഥാനത്ത് രാഹു എന്ന് പറയുന്ന യാത്രയുടെ അല്ലെങ്കിൽ വിഘടനവാദിയാണ് അല്ലെങ്കിൽ പാപഗ്രഹമാണ് എങ്കിലും അത് തൊഴിൽ സ്ഥാനത്ത് വളരെ പ്രയോജനം ചെയ്യും. തൊഴിൽ കാര്യത്തിൽ, അതായത് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ട് പ്രയോജനങ്ങൾ വരിക. അതായത് മറുനാട്, മറു സംസ്കാരം, അങ്ങനെയൊക്കെ ഈ രാഹുവിനെ സൂചിപ്പിക്കുന്നു. സ്വന്തം നാട്ടിലായാലും ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ അപ്പുറയൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്കും അത് കുറേയൊക്കെ പ്രയോജനങ്ങൾ ചെയ്യും. തൊഴിൽപരമായിട്ട് അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് വിഘടനവാദിയായ ഒരു ഗ്രഹം കൂടിയാണല്ലോ രാഹു. ആയതിനാൽ സഹപ്രവർത്തകരും മേലധികാരികൾ, കീഴ് ജീവനക്കാര് അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് ഒരു നിസ്സഹകരണം, ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്വന്തമായ ബിസിനസ്സുകളോ മറ്റ് ഉൽപ്പാദിത രംഗങ്ങളോ വിതരണം, ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും ഇടപാടുകാരുമായിട്ട് ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം, യോജിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകാം. അത് കഴിവതും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി ചിന്തിച്ച് പരമാവധി ചേർത്ത് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ സൂചനയുള്ള ഒരു മാസമാണ്. അതായത് ദാമ്പത്യ ഭാവമായ സപ്തമഭാവം, അത് വൃശ്ചികം രാശിയാണല്ലോ ഇടവം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നു. അങ്ങനെയുള്ള ആ വൃശ്ചികം രാശിയുടെ അധിപനായിരിക്കുന്ന, ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വാഗ്രഹം ദാമ്പത്യ ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു. കൂടാതെ ദാമ്പത്യകാരകനായിരിക്കുന്ന ആ തേജസ്സിൻ്റെയും ഓജസ്സിൻ്റെയും ഒക്കെ ഗ്രഹമായ ആ ശുക്രഗ്രഹവും ദൃഷ്ടി ചെയ്തു. അപ്പോൾ സ്വന്തം നാട് വിട്ടാണെങ്കിലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് തീരുന്നതിനുമൊക്കെ യോഗമുണ്ട്. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ കഴിവതും ശ്രദ്ധിക്കുക. ദേഷ്യമൊക്കെ ഒഴിവാക്കണം പരമാവധി. അതായത് ഒരു വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. ഈ ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ മെയ് മാസത്തിൽ, അതായത് പലതരത്തിലുള്ള ഒരു കാര്യമില്ലെങ്കിൽ പോലും വാഹന സംബന്ധമായിട്ട് കേസുകളോ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക,
അങ്ങനെയൊക്കെ പല വിധത്തിൽ മനക്ലേശം ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരായിരിക്കുന്ന കുട്ടികളുടെ മാതാവിനും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനമാസനം ജാലാളിത്യമമ്പ ശയനഞ്ച വൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത്. അമ്മയുടെ അടുത്തു നിന്ന് മാറി നിൽക്കേണ്ടി വരിക, സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക, കൊള്ളുകയറാത്ത സുഹൃത്തുക്കളൊക്കെ വന്ന് ഒരു സമാധാന അന്തരീക്ഷം കലുഷിതമാകുന്നതിന് അത് പ്രായമായവർക്കും മധ്യവയസ്കർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ സൂചകമായതിനാൽ വിദ്യാർത്ഥികളായാലും മധ്യവയസ്കരായാലും അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് ഈ മാസം വളരെ ശ്രദ്ധിക്കണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കടങ്ങളൊക്കെ വീടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഉത്തമ സന്താന ഭാഗ്യം ഉള്ള ഒരു മാസമാണ്. അതായത് വിവാഹം കഴിച്ചിട്ട് ദീർഘനാളുകളായിട്ട് ഒരു ദമ്പതികളൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഒരു സന്താനം ഭാഗ്യം ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ഒരു സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതിന് അനുകൂലമായിരിക്കുന്ന നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ്. കടങ്ങളൊക്കെ വീടുക, നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാവിജയങ്ങൾ വന്നിരിക്കും. വിദ്യാഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ പൂർണ്ണ ബലവാനായിട്ട് വരുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം. അത് അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരെ, അതുപോലെ മറ്റ് ടെസ്റ്റുകൾ, വിദേശത്ത് പോകുന്ന ഓരോ രാജ്യത്തേക്ക് പോകുന്ന ഓരോ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ, നമ്മുടെ നാട്ടിൽ തന്നെ ചില കമ്പനികൾക്ക് ജോലി ലഭിക്കുന്നതിന് പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികൾ, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിനും നല്ല സ്കോറിൽ പാസ്സാകുന്നതിനും കമ്പനിയിൽ നല്ല ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നതിനുമൊക്കെ യോഗമുള്ള ഭാഗ്യമുള്ള ദൈവാധീനമുള്ള ഒരു മാസമാണ് മെയ് മാസം. അത് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ രംഗമോ IT ഫീൽഡിലോ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, കലാരംഗവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്നവർ, മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, IT മേഖല ജോലി ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥിക്കുക. അകലെയോട്ടൊക്കെ പോകാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരികയില്ല. അകലെയൊക്കെ പോകുന്നവരും ശ്രദ്ധിക്കുക. സ്വന്തം നാട്ടിൽ തന്നെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യപൂജ്യാദികൾ എന്തു പിന്നെ പറയണമോ എന്ന് പറയുന്നത് പോലെ ഗന്ധമാകാം, പുഷ്പമാകാം, ഭക്ഷ്യ അന്നങ്ങളാകാം, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു കൂട് സാമ്പ്രാണിയോ, അതുപോലെ തന്നെ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ജലധാര, അതായത് വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം എന്ന് പറയുന്നത് പോലെ ഭക്തന്മാരായിട്ടുള്ളവർ എന്ത് കൊടുത്താലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്.